നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ്, നമ്മുടെ കേരളത്തിൻ്റെ രാജ്യസഭ MP-യുടെ ഒരു പ്രസംഗം കേൾക്കാനിടയിൽ അദ്ദേഹത്തെ ലുങ്കിവാല എന്ന് പറഞ്ഞുകൊണ്ട് BJP-യുടെ MP സുഷമ വിളിച്ചതുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റില്ല അദ്ദേഹം പറയുന്ന എന്നെ വീണ്ടും വീണ്ടും എന്നെ ലുങ്കിവാല എന്ന് വിളിച്ചു, എൻ്റെ വികാരം ഉണർത്തി, ഞാൻ നാണം കെട്ടുപോയി എന്ന് പറഞ്ഞു ലുങ്കി വെറി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം അത് പറഞ്ഞ് തൊട്ടുപുറകെ മീഡിയ വണ്ണിലെ അജിംസും കൂട്ടരും പറയുകയാണ് ഉത്തരേന്ത്യയുടെ ലുങ്കി വെറി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു കത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പുറകിൽ? ലുങ്കി വാല എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണോ നമ്മുടെ മാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഈ പറയുന്ന ബ്രിട്ടാസിൻ്റെ ആത്മീയ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവുമായിട്ടുള്ള പിണറായി വിജയൻ സാറ് പരനാരി എന്നുള്ള ഒരു പ്രയോഗം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൊളീഗിനോട് പറഞ്ഞു. പരനാരി എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ എന്താ പറയുന്ന ഈ ലുങ്കിവാല എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ലുങ്കി നല്ലൊരു വസ്ത്രമാണ്. ഞാൻ ലുങ്കിയാണ് എടുത്തിരിക്കുന്നത്. ലുങ്കിയാണെങ്കിൽ കാലാവസ്ഥയ്ക്ക് വളരെ അനുചിതമാണ്. കാരണം സൗത്ത് ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക്, ചൂടുള്ള കാലാവസ്ഥയ്ക്ക് ലുങ്കിയാണ് ഏറ്റവും അനുയോജ്യം. കാരണം വളരെ വായുസഞ്ചാരമുണ്ട്, ചിലവ് വളരെ കുറവാണ്, ഒരുപാട് ബെനിഫിറ്റ് ലുങ്കിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മലയാളികളും അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലെ തമിഴന്മാരും പിന്നെ ആന്ധ്രക്കാരും പിന്നെ കന്നഡികയൊക്കെ ലുങ്ക് ഉപയോഗിക്കുന്നത്. അപ്പം ലുങ്കി വാല എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തകർന്നു പോകുന്നതോടോ നമ്മുടെ അഭിമാനമുണ്ട്. ഞാൻ ഈ പറയുന്ന ഈ BJP-യുടെ MP പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുകയില്ല. വിവരമില്ലാത്ത കുറച്ച് പേരൊക്കെ BJP-യിലുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണോ ഈ പറയുന്ന ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കേണ്ടത്? കാരണം ഇത് ഈ പറയുന്ന ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിനായകൻ പറയുന്ന ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ ഊളെ. അതായത് വേറെ ഒന്നുമില്ലാതെ, അതായത് നീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, FCRC, അങ്ങനെ ഒരുപാട് പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വൺ നേഷൻ വൺ ബിൽ, ഒരുപാട് വിഷയങ്ങൾ സർക്കാരിൽ കൊണ്ടുവരാൻ പോകുമ്പോൾ ഒന്നും പറയാനില്ലാതെ വെറും മൂളത്തരം എന്നെ ലുങ്കിവാല എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ കരഞ്ഞ് നിലവിളിക്കുന്ന ഇവനെപ്പോലുള്ള ഈ ഊളകളാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഭരണപക്ഷത്തിനെ വീണ്ടും അധികാരത്തിൽ ഇരുത്താനായിട്ട് സഹകരിക്കുന്നത്. വെറും ഒരു ഊള, അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇവൻ. കാരണം ഒരു വിവരവും ഇല്ലാത്തൊരു ഊള, അല്ലാണ്ട് എന്താ പറയുക, എത്രയോ മൂർച്ചയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. കാരണം ഈ ഓരോ MP-മാർക്കും നിശ്ചിത സമയം മാത്രമാണ് ഈ ലോക്സഭയിലും രാജ്യസഭയിലും പ്രസംഗിക്കാൻ ഇടവരുത്തുള്ളൂ. ആ സമയം ഇതുപോലുള്ള എന്നെ ടീച്ചറെ എന്നെ കുത്തി, എന്നെ തള്ളി, അവൻ എന്നെ തുപ്പി എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ ടീച്ചറുമായി കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു അദ്ദേഹം ഈ പറയുന്ന യുവതിയുടെ പരാമർശം അംഗീകരിക്കുന്നില്ല. കാരണം അതിലൊരു തെറ്റ് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ പോലും എന്തൊരു മനുഷ്യനാണ് ഇവൻ, അതായത് ഈ പറയുന്ന ബ്രിട്ടാസ് എന്ന് പറയുന്നത്. കാരണം ഷോ കാണിക്കാനായിട്ട്, അതായത് ലുങ്കിവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എന്താണിത്, ഇതൊരു MP പറഞ്ഞു കഴിഞ്ഞു, അത് അതിനെ രീതിയിലേക്ക് വിട്ടുകളഞ്ഞേക്ക്. കാരണം ഇത് രാജ്യസഭയിലൊന്നും ഇത് പറഞ്ഞ വിഷയങ്ങൾ കൊണ്ടുവന്ന് സ്വയം നാറുക എന്നല്ലാതെ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എൻ്റെ സുഹൃത്തുക്കളേക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ലോക തോൽവിയായി പോയിരുന്നു ഞാൻ ചിന്തിച്ചു പോവുകയാണ് സുഹൃത്തുക്കൾ. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പിണറായി വിജയൻ ഉപയോഗിച്ച പദങ്ങൾ 10 വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്തൊക്കെ പദങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായ കേരള ജനതയോടും രാഷ്ട്രീയ പ്രതിയോഗികളോടും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനൊക്കെ മാന്യതയുണ്ട്. അതിനെപ്പറ്റിയൊന്നും കമാവുന്നൊരു അക്ഷരം മിണ്ടാതെ ഏതോ ഒരു BJP-യുടെ MP എന്തോ അദ്ദേഹത്തെ ഈ പറഞ്ഞ റിപ്പീറ്റഡ്ലി വിളിച്ചു കാണുമായിരിക്കും. ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഞങ്ങൾ ലുങ്കിവാലയാണ്, അല്ലെങ്കിൽ ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആൾക്കാർ വരുന്നൊക്കെ നമുക്ക് കാണാം. അതൊക്കെ ഉണ്ട്. എല്ലാം നാനാവിധ ഭാഷ, അതായത് ഈ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ലുങ്കിയുമായി യാതൊരു ബന്ധവും നമ്മൾ മുന്നാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാത്ത ഏതോ ഒരു വിവരം കെട്ട ഒരു MP എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇതൊരു വിഷയമാക്കി മാറ്റുന്ന ബ്രിട്ടാസും അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇത് ലുങ്കി വെറി എന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പൂട്ട് ചർച്ചയിൽ ഇതിനെ കത്തിക്കാൻ വെമ്പിടുന്ന ഈ പറയുന്ന അജിംസും കൂട്ടരോടും പിന്നെ എനിക്കൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളിതൊന്നും കത്തിച്ചിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇതുകൊണ്ടൊന്നും BJP ഒതുക്കാൻ സാധിക്കില്ല. നിങ്ങൾ അടുപ്പൂട്ടി ചർച്ചയിൽ BJPക്ക് ജയിക്കാൻ വേണ്ട സീറ്റൊക്കെ ഉത്തരേന്ത്യയിൽ കിട്ടും. നിങ്ങൾ ഈ പറയുന്ന ബ്രിട്ടാസിന് പുറകെ പോയാൽ ഒരു കഥയില്ല, കാര്യങ്ങളുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ വെറുതെ ആളാവാനാണ് എങ്ങനെയെങ്കിലും ചാനൽ ഇങ്ങനെയെങ്കിലൊക്കെ സംസാരിക്കാൻ വേണ്ടി കിടന്ന് എന്തൊക്കെയോ വിടുന്നു. ഇത് കണ്ടോണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ BJPയുടെ ഭരണമൊന്നും അടുത്തൊന്നും പോകാൻ പോകുന്നില്ല.